നമ്മളുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ പോകാനും പോയി നിൽക്കാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലമായിരിക്കും അമ്മ വീടെന്ന് പറയുന്നത്. മിക്ക ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾക്കും അതുപോലെ സ്പെഷ്യലായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ കുറച്ച് നാൾ അമ്മയുടെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സ്കൂളിലൊക്കെ പോയിരുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആണ് ഈ സ്ഥലവും ഇവിടുത്തെ ആളുകളും. പിന്നെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ ആങ്ങള, ഞങ്ങളുടെ മാമൻ, അമ്മായി, അതുപോലെ അമ്മയുടെ അച്ഛനും അമ്മയും പിള്ളേരും എല്ലാവരും ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു ആ ഒരു കാലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറയെ തോടും കുളവും അതുപോലെ കടലാണ് തൊട്ടടുത്ത്. അപ്പോൾ വെള്ളമൊക്കെ കയറാറുണ്ട് എപ്പോഴും. പണ്ടൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഭയങ്കര ക്രേസായിരുന്നു. ഞണ്ടും മീനും ചെമ്മീൻ്റെ മുട്ടയും അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ആരും കാണാണ്ടാണ് തോടിൻ്റെയൊക്കെ സൈഡിൽ പോയി നിൽക്കണതും അവിടെയൊക്കെ ഒന്ന് കാലൊക്കെ വെക്കണതും. കണ്ടു കഴിഞ്ഞാൽ നല്ല വഴക്കാണ്. അപ്പോൾ അത് കാരണം ഞങ്ങളധികം കളിക്കാനൊന്നും എവിടേക്കും വിടില്ലായിരുന്നു. ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ഫ്രണ്ട്സൊക്കെ നമ്മുടെ വീട്ടിലേക്കാണ് കളിക്കാൻ വരാറുണ്ടായിരുന്നത്. അവർ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അത് ഞാൻ എപ്പോഴും ഓർക്കും. എല്ലാ കുട്ടികളും മിക്ക വീടുകളിലൊക്കെ കളിച്ച് നടക്കുമ്പോൾ ഞങ്ങൾ എവിടെയും വിടാറില്ല. കാരണം അമ്മയുടെ അച്ഛനും അമ്മയ്ക്ക് പ്രായമായ ആൾക്കാരാണല്ലോ. അവർ പറയും എവിടെയും പോകണ്ട, ഇവിടെ ഇരുന്ന് കളിച്ചാൽ മതി എന്ന് പറയും. അപ്പോൾ വീട്ടിൽ വെള്ളമൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ്. വീടിൻ്റെ ചുറ്റും വെള്ളമായിരിക്കും, മുട്ട വരെ വെള്ളം ഉണ്ടാവും നമ്മുടെ. അപ്പോൾ മീനുകളും ഞണ്ടും ഒക്കെ വരും. നല്ല രസമാണത് കാണാനായിട്ട്. അതുപോലെ എൻ്റെ ഏറ്റവും കൂടുതൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്തത് ഈ ഒരു ഭാഗത്താണ്. അവിടെ കുറേ തോടും അതുപോലെ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മിസ്സിങ് ആണ്. എൻ്റെ ഫേവറേറ്റ് തെങ്ങുണ്ട്. അന്നും ഞാൻ ടീച്ചർ ആവാനാണ് എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ഒരു വടിയും കയ്യിൽ പിടിച്ച് മുടിയൊക്കെ കെട്ടി ഒരു ബാഗൊക്കെ ഇട്ട് ടീച്ചറായിട്ട് കളിക്കുമായിരുന്നു. എന്താണെങ്കിലും എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു. ഞാനിന്നൊരു ടീച്ചറാണ്. ഇതാണ് ഞങ്ങളുടെ മാമൻ. ഞങ്ങളുടെ ലൈഫിലൊരു സ്പെഷ്യൽ പേഴ്സണാണ് മാമൻ എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എങ്ങനെയാണോ ഞങ്ങളെ കെയർ ചെയ്യണത്, ഞങ്ങളെ നോക്കണത്, അതുപോലെ ഇന്നും ഞങ്ങളെ നോക്കി സ്നേഹിക്കുന്ന ഒരാളാണ് ഞങ്ങളുടെ മാമൻ. അപ്പോൾ അമ്മ വീടിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.